നമസ്കാരം. ടാരോട്ട് സ്പിരിച്വൽ ഹീലിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് നിങ്ങളുടെ പേഴ്സന്റെ എനർജി എന്താണെന്നുള്ളതാണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ജനറൽസ് ആണ്. നിങ്ങൾ എപ്പോഴാണോ ഈ റീഡിംഗ് കാണുന്നത് അപ്പോൾ മുതലാണ് നിങ്ങൾക്ക് ഇത് വാലിഡ് ആയി തുടങ്ങുന്നത്. അതുപോലെ ഈ ഒരു റീഡിംഗിൽ നിങ്ങൾക്ക് റെസിനേറ്റ് ആവുന്ന കാര്യങ്ങൾ നിങ്ങൾ എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ വിട്ടുകളയാം. അതുപോലെ നിങ്ങൾക്ക് പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ മുകളിൽ കൊടുക്കുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ലവേഴ്സ് ആയിക്കോട്ടെ, എക്സ്ട്രാമാരിറ്റൽ അഫെയറിലെ ആളുകളായിക്കോട്ടെ, എല്ലാവർക്കും ഈ ഒരു റീഡിംഗ് എടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് റീഡിംഗ് സ്റ്റാർട്ട് ചെയ്യാം. പോസിറ്റീവ് മൈൻഡോട് കൂടി ഇരുന്ന് റീഡിംഗ് കാണാം. സിക്സ് ഓഫ് വാൻഡ്സ് ആണ്. ഫൈവ് ഓഫ് പെന്റിക്കിൾസ്, ഏസ് ഓഫ് സോർഡ്സ്, ഫോർ ഓഫ് വാൻഡ്സ്, പേജ് ഓഫ് കപ്സ്, ലവേഴ്സ് കാർഡാണ്. സ്ട്രെങ്ത്, ഫൈവ് ഓഫ് സോർഡ്സ്, പേജ് ഓഫ് പെന്റിക്കിൾസ്, unworthy, confusion, responsibilities, broken, shadow side, chaser. ഇവിടെ കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തമ്മിൽ നോ കോണ്ടാക്ട് ആയിക്കോട്ടെ, ലെസ് കോണ്ടാക്ട് ആയിക്കോട്ടെ, ഏത് സിറ്റുവേഷൻ ആയിക്കോട്ടെ, ഇവിടെ നിങ്ങൾക്ക് ഈ റിലേഷൻഷിപ്പിൽ നിന്ന് നിങ്ങളുടെ പേഴ്സൺ ഒരു എന്താ പറയുക, അൺവർത്തി ആയിട്ടാണ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത്. നിങ്ങൾ ഈ ഒരു പേഴ്സണ് ആപ്റ്റ് അല്ല എന്നുള്ള ഒരു ചിന്ത, ഒരു മനസ്സിനകത്ത് നിങ്ങളെക്കുറിച്ച് തന്നെ നിങ്ങൾക്കൊരു വാല്യുബിൾ ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നില്ല. നിങ്ങൾ വാല്യുബിൾ അല്ല, നിങ്ങൾ ഈ ഒരു പേഴ്സൺ ആപ്റ്റ് ആയിട്ടൊരു പേഴ്സൺ അല്ല എന്നുള്ളൊരു അൺവർത്തി ഫീലിങ്സ് നിങ്ങൾക്ക് ഈ ഒരു റിലേഷനിൽ ഉണ്ട് എന്നുള്ളതാണ് കാണിക്കുന്നത്. അതായത് നിങ്ങളുടെ പേഴ്സൺ ഒരു ബെറ്റർ പേഴ്സണാണ്, നിങ്ങളെക്കാൾ നല്ലൊരു പേഴ്സണാണ് അവർ എന്നുള്ള ഒരു ചിന്തയാണ്. അല്ലെങ്കിൽ അവർക്ക് നിങ്ങളെക്കാൾ നല്ലൊരു പേഴ്സണെ കിട്ടും, നിങ്ങൾ അത്രമാത്രം ഒരു വാല്യുബിൾ ആയിട്ടുള്ള ഒരാളല്ല. ഈ ഒരു റിലേഷൻ നിൽക്കുമ്പോൾ നിങ്ങളുടെ വർത്ത് നിങ്ങൾക്ക് അൺവർത്തി ആയിട്ടാണ് നിങ്ങൾക്ക് തോന്നുന്നത്. നിങ്ങൾ അത്രമാത്രം ഒരു വാല്യുബിൾ അല്ല എന്നുള്ള ഒരു ചിന്ത നിങ്ങളെ അലട്ടിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് കാണിക്കുന്നത്. ഇവിടെ ഫൈവ് ഓഫ് പെന്റിക്കിൾസും അതാണ് കാണിക്കുന്നത്. കറണ്ട് പോയതാട്ടോ. അപ്പോൾ ഇവിടെ നിങ്ങളൊരു വാല്യുബിൾ ആയിട്ടുള്ള ഒരു പേഴ്സൺ അല്ല എന്നുള്ളൊരു ചിന്തയാണ് നിങ്ങൾക്ക് തോന്നുന്നത് എന്നുള്ളതാണ്. നിങ്ങളുടെ പേഴ്സൺ തുടരെ നിങ്ങളോട് ഈ ഒരു കാര്യം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, അതായത് അവരുടെ ലൈഫിലോട്ട് മറ്റ് പ്രപ്പോസൽസ് വരുന്നുണ്ട്, നല്ല കുട്ടികളാണ് അല്ലെങ്കിൽ നല്ല പേഴ്സണാണ് അവർ എന്നുള്ള രീതിയിലൊക്കെ നിങ്ങളോട് പല കാര്യങ്ങളും പറയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ വാല്യൂ അവിടെ താഴുന്നതായിട്ട്, അല്ലെങ്കിൽ നിങ്ങൾ അവർക്ക് ആപ്റ്റ് ആയിട്ടുള്ള ഒരു പേഴ്സൺ അല്ല എന്നുള്ളൊരു ചിന്ത നിങ്ങൾ അലട്ടുന്നുണ്ട് എന്നുള്ളതാണ് കാണിക്കുന്നത്. അങ്ങനെ അലട്ടുമ്പോഴും നിങ്ങൾക്ക് ഈ റിലേഷൻ വിട്ട് പോകാൻ വേണ്ടി പറ്റുന്നില്ല. നിങ്ങളിവിടെ സ്റ്റെക്കാണ്, കണ്ടോ? നിങ്ങൾക്ക് ഇവിടെ ഒരു കീ ഇരിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ഈ ഒരു ഡോർ തുറന്ന് നിങ്ങൾക്ക് പുറത്തോട്ട് പോവാം, പക്ഷെ നിങ്ങൾക്ക് അതിന് സാധിക്കുന്നില്ല. നിങ്ങൾ വീണ്ടും ഈ റിലേഷനിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അത്രയും നിങ്ങളെ തരം താഴ്ത്തുന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ റിലേഷൻ വിട്ട് പോകാൻ വേണ്ടി പറ്റുന്നില്ല എന്നുള്ളതാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ
ഇവിടെ ഈ ഒരു റിലേഷനിലോട്ട് നിങ്ങളുടെ പേഴ്സൺ വന്നിട്ടുള്ളത് ഇവിടെ പേജ് ഓഫ് കപ്സ് എനർജിയാണ്. ഒരു ക്രഷിൻ്റെ പുറത്താണ് അവർ നിങ്ങളോട് പെട്ടെന്നുണ്ടായ ഒരു സ്നേഹം, ക്രഷ്, അതിൻ്റെ പുറത്താണ് അവർ ഈ റിലേഷനിലോട്ട് വന്നിട്ടുള്ളത് എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ ഇവർക്ക് സത്യം പറഞ്ഞാൽ നിങ്ങളെ അവർ എത്രമാത്രം സ്നേഹിക്കുന്നു എന്നുള്ളത് അവർക്കറിയില്ല. അവർ ഒരു ക്രഷ് തോന്നി അതിൻ്റെ പുറത്ത് ഈ റിലേഷനിലോട്ട് വന്നു. പക്ഷേ നിങ്ങൾ തമ്മിലൊരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ അല്ലെങ്കിൽ ലെസ് കോണ്ടാക്ട് അല്ലെങ്കിൽ നിങ്ങൾ തമ്മിലൊരു സെപ്പറേഷനിലോട്ട് വരുമ്പോഴാണ് നിങ്ങളെ എത്രമാത്രം അവർ സ്നേഹിക്കുന്നു എന്നുള്ളത് അവർക്ക് തിരിച്ചറിയാൻ വേണ്ടി പറ്റുള്ളൂ. ഇപ്പോഴവർ അതായത് ഈ റിലേഷനിലോട്ട് അവർ വന്നിട്ടുള്ളത് ഒരു ക്രഷിൻ്റെ പുറത്താണ്. അവർ ഈ ഒരു ടൈമിൽ, അതായത് നിങ്ങളുമായിട്ട് റിലേഷനിൽ നല്ല രീതിയിൽ നിൽക്കുന്ന ആ ടൈമിൽ അവർക്ക് മനസ്സിലാവുന്നില്ല അവർ എത്രമാത്രം നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ അവരുടെ ലൈഫിലോട്ട് വരുന്ന മറ്റ് കണക്ഷൻസിനെ കുറിച്ചും മറ്റു കാര്യങ്ങളെക്കുറിച്ചൊക്കെ നിങ്ങളോട് ഷെയർ ചെയ്യുന്നു. അപ്പോൾ ആ ഒരു ഷെയർ ചെയ്യുന്നത് നിങ്ങളെ ഒരുപാട് എന്താ പറയുക പെയിൻഫുൾ ആക്കുന്നു എന്നുള്ളതാണ് കാണിക്കുന്നത്. നിങ്ങൾ എപ്പോഴും ഇവിടെ ഈ റിലേഷനിൽ നിങ്ങൾ ഒരു കൺഫ്യൂഷനിലാണ്, പലപ്പോഴും കൺഫ്യൂഷനിലാണ്. അതുപോലെ 5 ഓഫ് സോഴ്സ് എനർജിയാണ്. നിങ്ങൾ ടെൻസ്ഡ് ആണ്. ഇവിടെ ഈ ഒരു കൺഫ്യൂഷൻ വരുന്നത് നിങ്ങളുടെ പേഴ്സൺ അതായത് നിങ്ങൾ വാല്യുബിൾ അല്ല എന്നുള്ളത് നിങ്ങൾക്ക് ഇങ്ങനെ തോന്നുകയാണ്. അത് മാത്രമല്ല നിങ്ങളുടെ പേഴ്സണ് നിങ്ങളെക്കാൾ ബെറ്റർ ആയിട്ടുള്ള ഒരു പേഴ്സൺ അവരുടെ ലൈഫിലോട്ട് വരുമോ എന്നുള്ള പേടി, അതായത് നിങ്ങളെ വിട്ട് അവർ മറ്റൊരു റിലേഷനിലോട്ട് പോവോ എന്നുള്ള പേടി നിങ്ങൾക്കുണ്ട്. കാരണം ഒരുപാട് കണക്ഷൻസ് അവരുടെ ലൈഫിലോട്ട് വരുമ്പോൾ നിങ്ങളെ അവർ ഒരു സമയത്ത് ഒഴിവാക്കി മറ്റൊരു കണക്ഷനിലോട്ട് പോകുന്ന സിറ്റുവേഷൻ ഉണ്ടാവുമോ എന്നുള്ള പേടി നിങ്ങൾക്കുണ്ട്. അപ്പോൾ ആ ഒരു പേടി നിങ്ങളുടെ ഉള്ളിൽ കിടക്കുന്നതുകൊണ്ട് തന്നെ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇവരോട് അതായത് ഒരു ഡൗട്ട്ഫുൾ ആയിട്ട് നിങ്ങൾ ചോദിക്കുക. അതുപോലെ അവർ നിങ്ങളോട് എന്തെങ്കിലും ഇവിടെ ഞാൻ മറ്റൊരു സ്ഥലത്ത് പോയതാണെന്ന് പറയുമ്പോൾ അല്ല നിങ്ങൾ എവിടെയാണ് പോയിരുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ കുത്തി കുത്തി ചോദിക്കുക. അങ്ങനെ നിങ്ങൾ തമ്മിലൊരു വഴക്ക് അതിൻ്റെ പേരിൽ പലപ്പോഴും ഉണ്ടാവുന്നുണ്ട് എന്നുള്ളതാണ്. കാരണം നിങ്ങളുടെ പേഴ്സൺ കംപ്ലീറ്റ്ലി നിങ്ങളെ വിട്ടു പോകുമെന്നുള്ള പേടി കാരണം നിങ്ങൾ തമ്മിൽ സംസാരത്തിൽ വഴക്കുണ്ടാവുന്നുണ്ട്. അവർ എന്ത് കാര്യം ചെയ്താലും അതിൻ്റെ ഒരു ക്ലാരിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് അതേക്കുറിച്ച് വീണ്ടും വീണ്ടും ചോദിക്കുക, അവരെ ഡിസ്റ്റർബ് ചെയ്യുക. അങ്ങനെ നിങ്ങൾ ചെയ്യുന്നത് കൊണ്ട് തന്നെ നിങ്ങൾ തമ്മിൽ അങ്ങനെയാണ് ഈ ഒരു റിലേഷനിൽ പലപ്പോഴും വഴക്കുണ്ടാവുന്നത്. നിങ്ങൾ തമ്മിലൊരു ഇപ്പോഴൊരു നോ കോണ്ടാക്ട് സിറ്റുവേഷനിലോട്ട് നിങ്ങൾ പോയിട്ടുള്ളതും അതുകൊണ്ടായിരിക്കാം. അപ്പോൾ അങ്ങനെ നിങ്ങളുടെ പേഴ്സണെ കുറിച്ചുള്ള ഒരു കൺഫ്യൂഷൻ എപ്പോഴും നിൽക്കുന്നുണ്ട്, ഡൗട്ട് ഉണ്ട് നിങ്ങളുടെ പേഴ്സണെ നിങ്ങൾക്ക് എന്നുള്ളതാണ്. അപ്പോൾ ആ ഡൗട്ട് ക്രിയേറ്റ് ചെയ്തത് സത്യം പറഞ്ഞാൽ ഇവർ തന്നെയാണ്. എന്നാലും നിങ്ങൾ തമ്മിലുണ്ടാകുന്ന ആ ഡൗട്ടിൻ്റെ പുറത്ത് അല്ലെങ്കിൽ ഈ ഒരു ഇഷ്യൂവിൻ്റെ പുറത്തുണ്ടാകുന്ന പ്രശ്നങ്ങളാണ് നിങ്ങളെ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലോട്ട് വരെ എത്തിക്കുന്നത്. സത്യം പറഞ്ഞാൽ നിങ്ങളുടെ മനസ്സ് അത്രയും ബ്രോക്കൺ ആവുന്നുണ്ട്, മുറിപ്പെടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ പേഴ്സണ് മറ്റൊരു റിലേഷൻ ഉണ്ടാവും എന്നുള്ള ഡൗട്ട് നിങ്ങളിങ്ങനെ യൂണിവേഴ്സിന് കൊടുത്തുകൊണ്ടിരുന്നാൽ ഒരു ഭയമാണ് നിങ്ങൾ കൊടുക്കുന്നത്. അവർ നിങ്ങളെ വിട്ടുപോകുന്നുള്ള ഭയം. ആ ഭയം നമ്മൾ കൊടുക്കുമ്പോൾ ആ ഒരു വൈബ്രേഷനാണ് നമ്മൾ യൂണിവേഴ്സിന് കൊടുക്കുന്നത്. അപ്പോൾ അത് തന്നെയാണ് നമ്മുടെ ലൈഫിലോട്ട് വീണ്ടും വീണ്ടും വരിക. അതായത് വീണ്ടും വീണ്ടും നമുക്ക് ഭയക്കേണ്ട സിറ്റുവേഷൻസ് നമ്മുടെ ലൈഫിൽ വരും. ഓക്കെ, അപ്പോൾ റിലേഷനിൽ ആ ഒരു ഭയപ്പെടുന്ന സിറ്റുവേഷൻസ് വരിക എന്ന് പറയുമ്പോൾ അവരുടെ ലൈഫിലോട്ട് മറ്റൊരു റിലേഷൻ വന്നു പോയാലും കുറ്റം പറയാൻ പറ്റില്ല. നമ്മളാണ് മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ലൈഫിലോട്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ അങ്ങനെ മാനിഫെസ്റ്റ് ചെയ്യാതിരിക്കുക. നിങ്ങളുടെ പേഴ്സണെ കുറിച്ചുള്ള കൺഫ്യൂഷൻസ് യൂണിവേഴ്സിന് ഇട്ട് കൊടുക്കാതിരിക്കുക. നിങ്ങളെപ്പോഴും എല്ലാവരും ചെയ്യുന്നൊരു പരിപാടി എന്ന് പറഞ്ഞാൽ അതിപ്പോൾ എത്രമാത്രം നിങ്ങളുടെ പേഴ്സൺ സ്നേഹത്തോട് നിന്നാൽ പോലും നിൽക്കുന്നവർ, അതായത് ആത്മാർത്ഥമായിട്ട് സ്നേഹത്തോടെ നിൽക്കുന്നവർ പോലും ചെയ്യുന്ന പരിപാടി ഇവരെന്നെ വിട്ടുപോകും എന്നുള്ള ഭയം ഇങ്ങനെ ഇട്ട് കൊടുക്കുക എന്നുള്ളത്. എപ്പോഴും ആ ഒരു നെഗറ്റീവ് തോട്ട്സിലൂടെ കടന്നു പോകുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ നിങ്ങൾ ചെയ്യാതിരിക്കുക. നിങ്ങളങ്ങനെ നെഗറ്റീവായിട്ടുള്ള തോട്ട്സ് ഇങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ അതാണ് നമ്മുടെ ലൈഫിലോട്ട് മാനിഫെസ്റ്റ് ആയി വരുന്നത്. അതായത് ആ ഒരു വൈബ്രേഷനാണ് നമ്മളിലേക്ക് തിരിച്ചു വരുന്നത്. നമ്മൾ നിൽക്കുന്ന എന്ത് വൈബ്രേഷനിലാണോ അതേ വൈബ്രേഷൻ തന്നെയാണ് നമ്മളിലേക്ക് തിരിച്ചു വരിക. അപ്പോൾ നിങ്ങളൊരു പേടി, ഭയം എന്നുള്ള ഒരു വൈബ്രേഷനിൽ നിൽക്കുമ്പോൾ അതിനനുസരിച്ചുള്ള സിറ്റുവേഷൻസ് നമ്മുടെ ലൈഫിലോട്ട് വീണ്ടും വീണ്ടും ഉണ്ടാവും. ആ സമയം നിങ്ങളൊരു കോൺഫിഡൻ്റ് ആയിട്ട് ഈ റിലേഷൻ എന്നെ വിട്ട് എവിടെയും പോവില്ല എന്നുള്ള ആ ഒരു കോൺഫിഡൻസിലും സന്തോഷത്തിൽ നിങ്ങൾക്ക് നിൽക്കാൻ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇനി എന്തൊക്കെ പ്രശ്നം ഉണ്ടായാലും അപ്പോഴും നിങ്ങളുടെ മനസ്സിൽ ആ ഒരു കോൺഫിഡൻസ് അവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ റിലേഷൻ എവിടെയും പോവില്ല, അത് നിങ്ങളിലേക്ക് തന്നെ തിരിച്ചു വരും. കാരണം ആ ഒരു വൈബ്രേഷനാണ് നിങ്ങൾ യൂണിവേഴ്സിലോട്ട് ഇട്ട് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങളുടെ റിലേഷനിൽ ഇവിടെ ലവേഴ്സ് കാർഡാണ് വന്നിട്ടുള്ളത്. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ വിട്ടുപോകുന്ന സിറ്റുവേഷൻ അല്ലെങ്കിൽ ഇവിടെ ലവേഴ്സ് കാർഡ് കാണിക്കാൻ വയ്ക്കാം കേട്ടോ, അതുകൊണ്ടാണ് ലവേഴ്സ് കാർഡാണ് വന്നിട്ടുള്ളത്. നിങ്ങളുടെ പേഴ്സൺ അത്രയും നിങ്ങളെ ഡീപ്പായിട്ട് നിങ്ങൾ തമ്മിലുള്ള റിലേഷൻ ഉണ്ട് എന്നുള്ളതാണ്. അതുപോലെ നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ, അതായത് നിങ്ങൾ തമ്മിലൊരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ നിൽക്കുന്ന സമയത്ത് അവർ എല്ലാ കാര്യങ്ങളും തിരിച്ചറിയുന്നു എന്നുള്ളതാണ്. അതായത് നിങ്ങളോട് എത്രമാത്രം ഡീപ്ലി അവർ കണക്റ്റഡ് ആയിരുന്നു എന്നുള്ളത് അവർ തന്നെ ഇപ്പോഴാണ് റിയലൈസ് ചെയ്യുന്നത്.
ഓക്കെ. അപ്പോൾ നിങ്ങളോടുള്ള ആ സ്നേഹം അവർ മനസ്സിലാക്കുന്നത് നിങ്ങൾ തമ്മിലുള്ള സെപ്പറേഷനിലാണെന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളെ മിസ് ചെയ്യുന്ന സിറ്റുവേഷനിലാണ് അവർ ശരിക്കും നിങ്ങളില്ലാതെ അവർക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റില്ല എന്നുള്ള ഒരു റിയലൈസേഷനിലോട്ട് അവർ എത്തുന്നത്. അവർ അതിന് മുൻപ് അവർ റെസ്പോൺസിബിലിറ്റീസ് അവരുടെ കരിയറുമായിട്ടുള്ള ചെയ്തിട്ട് ആ റെസ്പോൺസിബിലിറ്റീസ് ആവാം, അങ്ങനെയുള്ള കാര്യങ്ങളാണ് അവർ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം നിങ്ങൾക്ക് അവിടെ ഒരു വാല്യൂ ഇല്ല, നിങ്ങൾക്ക് ഇവരുടെ ലൈഫിൽ ഒരു വാല്യൂ ഇല്ലാത്ത പോലെ നിങ്ങൾക്ക് എപ്പോഴും ഫീൽ ചെയ്തിരുന്നു എന്നുള്ളതാണ്. പക്ഷേ ഇവിടെ നിങ്ങളുടെ പേഴ്സൺ ഇവിടെ 6 ഓഫ് വാൺസ് എനർജിയാണ്. നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആണെങ്കിൽ അവർ എന്തായാലും പഴയ പോലെ തന്നെ നിങ്ങളേക്ക് വരും. ലെസ് കോണ്ടാക്ട് ആണെങ്കിലും വരും. ഇവിടെ 4 ഓഫ് വാൺസ് ആണ്, അതായത് ഈ റിലേഷനിൽ ഒരു റീയൂണിയൻ ഉണ്ടാവാൻ വേണ്ടി പോകുന്നു എന്നുള്ളതാണ്. ഓക്കെ, ഒരു റീയൂണിയൻ എനർജിയിലോട്ടാണ് നിങ്ങളുടെ പേഴ്സൺ പോയിട്ടുള്ളത്. അവർ എന്താണ് നിങ്ങളെ എത്രമാത്രം സ്നേഹിച്ചിരുന്നു, എന്താണ് ഈ റിലേഷൻ, നിങ്ങളില്ലാതെ അവർക്ക് പറ്റില്ല എന്നുള്ള ഒരു റിയലൈസേഷനിലോട്ട് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ എത്തിയിട്ടുണ്ട് എന്നാണ് കാണിക്കുന്നത്. അതുപോലെ ഏസ് ഓഫ് സോഴ്സ് എനർജിയാണ്. അവർ ഈ റിലേഷനിൽ ആത്മാർത്ഥമായിട്ട് നിൽക്കാനും ഇത് ലൈഫ് ലോങ് മുന്നോട്ട് കൊണ്ടുപോകാനും വേണ്ടിയിട്ട് അവർ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങളുടെ പേഴ്സൻ്റെ ഒരു എനർജി എന്ന് പറയുന്നത് ഒരു ചേസർ എനർജിയിലോട്ട് അവർ മാറി എന്നുള്ളതാണ്. നിങ്ങളെ ചേസ് ചെയ്യുന്ന ഒരു എനർജിയിലോട്ട് നിങ്ങളുടെ പേഴ്സൺ മാറിയിട്ടുണ്ട്. ഇതുവരെ നിങ്ങൾ അവരെ ചേസ് ചെയ്യുക, അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് അന്വേഷിക്കുക, എന്താണ് അവരുടെ ലൈഫിൽ നടക്കുന്നത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഇവർ വിട്ടുപോകുന്നുള്ളൊരു പേടി കൊണ്ടാട്ടോ നിങ്ങൾ അതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഒരു എനർജിയിലാണെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ആണ് ഇനി ആ ഒരു എനർജിയിലോട്ട് മാറുന്നത് എന്നുള്ളതാണ്. അതുപോലെ പേജ് ഓഫ് പെൻറ്റിക്കിൾസ് ആണ്. ഈ ഒരു റിലേഷൻ വിട്ട് കളയാൻ അവർ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. ഇത് അവരുടെ നെഞ്ചോട് ചേർത്ത് അവർ അവരുടെ കൂടെ തന്നെ വേണം, അവരുടെ കൂടെ കൊണ്ടുപോകാനാണ് അവർ ആഗ്രഹിക്കുന്നത് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് മെസ്സേജ് കാർഡ് നോക്കാം. ഞാനൊരു പൊട്ടത്തരം ചെയ്തു കേട്ടോ, വീഡിയോ ഓണാക്കാതെ ഇതിന് മുൻപ് റീഡിങ് എടുത്തു. അത് എടുത്തത് വീഡിയോ ഓണാക്കാതെയാണ്. അപ്പോൾ അതൊരു വേറൊരു വിഷയമായിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ ഈ ഒരു റീഡിങ് എടുത്തിട്ടുള്ളത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളത്. നിങ്ങൾ ഒരുപാട് പേർക്ക്, മെജോറിറ്റി പേഴ്സൺസിനും ഈ ഒരു റീഡിങ് ആയിരിക്കാം റെസനേറ്റ് ആവുന്നത്. വെയിറ്റ് എന്ന് പറയുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സണ് നിങ്ങൾ അവർക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക എന്നുള്ളതാണ് പറയുന്നത്. നിങ്ങളുടെ പേഴ്സൺ നോ നീഡ് ടു വറി. നിങ്ങൾ ഒരുപാട് പേടിച്ച് അല്ലെങ്കിൽ ഈ റിലേഷൻ നഷ്ടപ്പെട്ട് എന്നുള്ള ഒരു ഭയത്തിലാണ് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ ആ ഒരു പേടിയുടെ ആവശ്യമില്ല. നിങ്ങൾ വറി ചെയ്യേണ്ട ഒരു കാര്യമില്ല എന്നുള്ളതാണ് പറയുന്നത്. ഓപ്പർച്യൂണിറ്റി എന്നാണ് കാണിക്കുന്നത്. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ തമ്മിൽ റീയൂണിയനിലോട്ട് പോകുന്ന ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടാവും. നിങ്ങൾ തമ്മിലുള്ള ഒരു റീയൂണിയൻ അല്ലെങ്കിൽ മാരേജ്, ഒരു കമ്മിറ്റ്മെൻ്റ് ഒക്കെ ഈ റിലേഷനിൽ വരുന്നതായിട്ടാണ് കാണുന്നത്. ആസ്ക് ഫോർ ഹെൽപ്പ് ഫ്രം അതേഴ്സ് എന്നാണ്. നിങ്ങൾ മറ്റുള്ളവരിൽ നിന്നുള്ള ഒരു നിങ്ങൾക്കൊരു ഹെൽപ്പ് വേണ്ട സമയത്ത് അത് നിങ്ങൾ സീക്ക് ചെയ്യുക. അവരിൽ നിന്നും ഹെൽപ്പ് നമ്മൾ അങ്ങോട്ട് ചോദിക്കണം. അല്ലാതെ നമ്മളോട്ട് ഇങ്ങോട്ട് ഒരു ഹെൽപ്പുമായിട്ട് ഒരാൾ വരില്ലല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ഈ റിലേഷനുമായിട്ട് റിലേറ്റ് ചെയ്ത് എന്തെങ്കിലും ഒരു ഹെൽപ്പ് ആരിൽ നിന്നെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഹെൽപ്പ് അവരോട് ചോദിക്കുക, സീക്ക് ചെയ്യുക എന്നുള്ളതാണ്. റൊമാൻസ് എന്ന് വന്നിട്ടുണ്ട്. ഈ ഒരു റിലേഷൻ്റെ ആ ഒരു പ്രണയം അല്ലെങ്കിൽ അതിൽ നിങ്ങൾ കൊടുക്കുന്ന ആ ഒരു സ്നേഹം, അതിൻ്റെ ഒരു അത്രയും ഡെപ്തിലുള്ള ഒരു റിലേഷനാണിത് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് നിങ്ങൾ തമ്മിലുള്ള റിലേഷൻ എൻഡ് ആവാതെ വീണ്ടും ഈ റിലേഷൻ നിങ്ങളിലേക്ക് തന്നെ തിരിച്ചു വരുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ റിലേഷന് അനുഭവിച്ച കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും ഈ പേഴ്സണ് എന്നോട് അത്ര സ്നേഹമില്ല, അല്ലെങ്കിൽ അവരധികം വാല്യൂ എനിക്ക് തരുന്നില്ല എന്നുള്ളതൊക്കെ തോന്നുന്നുണ്ടാവും. പക്ഷേ അവരെത്രമാത്രം നിങ്ങളെ സ്നേഹിച്ചിട്ടുണ്ട് എന്നുള്ളത് അവർ പോലും തിരിച്ചറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അത് അവർ ഈ ഒരു സെപ്പറേഷൻ പീരീഡിലാണത് മനസ്സിലാക്കുന്നത്, അത് തിരിച്ചറിയുന്നത് എന്നുള്ളതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് കുറച്ച് ക്ലൂസ് കൂടി നോക്കാം. 1992 മെയ്, 1989 ഫെബ്രുവരി, നവംബർ, തൃക്കേട്ട,
ഭരണി, ചോതി, മൂലം, ലെറ്റർ W, ലെറ്റർ C, തിരുവോണം 1991, ലെറ്റർ H, പൂരട്ടാതി, ഡിസംബർ, ജൂൺ 1994. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റീഡിങ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.